വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലോവർ അബ്ഡോമൻ പെയിനിനെ പറ്റിയിട്ടും ബാക്കിലുണ്ടാകുന്ന നിങ്ങളുടെ നടുവിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രത്യേക തരം വേദനയെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ ലോവർ അബ്ഡോമൻ പോർഷനിൽ ഉണ്ടാകുന്ന വേദനയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു കാര്യമാണ് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഒരു തവണ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടി, പക്ഷേ ബ്ലീഡിങ് വന്നില്ല. ഇത് പ്രഗ്നൻസിയുടെ വേദനയാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ഭാഗമായിട്ടും പ്രഗ്നൻസിയുടെ വേദനയായിട്ടും ഇത്തരത്തിൽ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുൻപ് എന്താണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ ടൈം പീരീഡ് എന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷൻ നമുക്ക് സംഭവിക്കുന്നത് ഒരു ദിവസമല്ല. ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്. അതായത് അണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ട് ബീജസങ്കലനം നടക്കുന്നത് എപ്പോഴാണോ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ സമയത്ത് അണ്ടം ശരീരത്തിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു മാക്സിമം ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം പിന്നെയും ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എൻഡോമെട്രിയം ക്യാവിറ്റിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും അതിലെ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് നോക്കിയിട്ടാണ് നമ്മുടെ എംബ്രിയോ അറ്റാച്ച് ആകുന്നത്. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് നമ്മൾ ആദ്യമായിട്ടാണ് പ്രഗ്നന്റ് ആകുന്നതെങ്കിൽ, ഇവിടെ മിസ്കാരേജ് ഒന്നും ഉണ്ടായത് കൂട്ടുന്നില്ല, കെമിക്കൽ പ്രഗ്നൻസിയും കൂട്ടുന്നില്ല കേട്ടോ. നമുക്കുണ്ടായത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ആ ഒരു മസിൽസ് ഒക്കെ എന്ന് പറയുന്നത്, യൂട്രസിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ എന്ന് പറയുന്നത് ഒട്ടും തന്നെ വികസിക്കാതെ ആ ഒരു ഷേപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ ഷേപ്പിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് ഉണ്ടാവുമ്പോഴേക്കും അവിടെ ആ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സ്ട്രെച്ചിങ് അവിടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സെയിം പീരിയഡ്സ് ആകുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു ബ്ലഡും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ ഷെഡ് ആവണമെങ്കിൽ അവിടെ നമുക്കൊരു കോൺട്രാക്ഷൻസ് ഉണ്ടാവണം, മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങണം. ഇതിന്റെ ഭാഗമായിട്ടാണ് പീരിയഡ്സ് ആകുമ്പോൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേയിൽ നമുക്ക് തുടങ്ങുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു വേദന നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും അനുഭവപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു വേദന കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇത് പീരിയഡ്സ് ആകാൻ പോകുകയാണെന്ന് വിചാരിച്ചിട്ട് പീരിയഡ്സ് വരാതിരിക്കുമ്പോൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇഞ്ചിവെള്ളം കുടിക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ എഴുതി കൊടുത്ത മെഡിസിൻസ് തന്നെ പിന്നീട് ഈ ഒരു ലക്ഷണം കാണുമ്പോഴേക്കും എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. സെയിം ഇതേ വേദന തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് പ്രഗ്നൻസി എന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഈ സമയത്ത് എനിക്ക് ഉണ്ടായത് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദനയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രഗ്നന്റ് ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പീരിയഡ്സ് നീണ്ടുപോയതായിരിക്കും, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ പ്രഗ്നൻസി ആണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ നമുക്ക് ഉണ്ടാവുന്ന വേദന ഉണ്ടാവുമല്ലോ, അതുപോലുള്ള വേദനയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. വേദന വരും, ടോയ്ലറ്റിൽ പോയി നോക്കും, ബ്ലീഡിംഗ് ഉണ്ടാവില്ല, പിന്നെയും ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അനീമിക് ആണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടോ, എന്താ പറയുക, നമുക്ക് ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ബ്ലീഡിംഗ് വന്നാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നത് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടുകൂടി പീരിയഡ്സ് ആകുന്നത് പോലുള്ളൊരു വേദന പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുമെന്ന് എല്ലാവരോടും പറയുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഹെവി വർക്കൗട്ട്സ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇതുപോലുള്ള വേദനകളൊക്കെ വരികയാണെങ്കിൽ, ബ്ലീഡിംഗ് ഒട്ടും തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 50% എങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പീരിയഡ് ഡേറ്റ് മിസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഈ ലക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് HCG വാല്യൂ ബ്ലഡിൽ ഉണ്ടോ എന്ന് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഏർലി സ്റ്റേജിൽ ആ ഒരു HCG ഹോർമോണിന്റെ ലെവല് യൂറിനിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഒരു 25 അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ HCG വാല്യൂ നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുന്ന യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിന് എത്തുകയുള്ളൂ. അത് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ബ്ലഡ് ആണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ചില ആളുകൾക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവുന്നതിനും ചില ആളുകൾക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവുന്നതിനും ഇതൊരു കാരണമാവുന്നു. എക്ടോപിക് പ്രഗ്നൻസി നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് അത് അങ്ങോട്ട് മൂവ് ചെയ്യാതെ ഇംപ്ലാന്റേഷനും ട്യൂബിലും നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
ഒരുപാട് പേർക്ക് ഇതുപോലുള്ള വേദനയായിരിക്കും ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്യൂബിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഈ ഒരു വേദന നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ട്യൂബ് റപ്ചർ ആകാനും പലർക്കും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു വേദനയാണ് ബാക്ക് പെയിനും. എന്തുകൊണ്ട് നടുവിന് വേദന ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്രസിന് തൊട്ട് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നമ്മളുടെ ലോവർ ബാക്ക് എന്ന് പറയുന്നത്. ഈ മസിൽസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ബാക്ക് പെയിനും അനുഭവപ്പെടും. ഈ ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് പോലെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ ആയിട്ട് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമുക്ക് വേദന ഉണ്ടാകും. ആ വേദന ഉണ്ടാവുന്നത് പ്രഗ്നൻസി പോസിറ്റീവായി കുറച്ചധികം നാളുകൾക്ക് ശേഷമായിരിക്കും. എന്നാൽ ഈ ടൈപ്പ് വേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന വേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു കുത്തുന്നത് പോലുള്ള ഒരു വേദന അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലോവർ ബാക്ക് പോർഷനിൽ അനുഭവപ്പെടുന്നത്. ഈ വേദന ഉണ്ടാവുന്നത് ആ ഒരു പ്രഷർ നമ്മുടെ യൂട്രസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ഒരിക്കലും ആ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കാറില്ല. വരും, പോകും, പിന്നെയും ഉണ്ടാകും, പിന്നെയും പോകും. ഇതുപോലെ തന്നെയായിരിക്കും ലോവർ ബാക്ക് പോർഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബാക്ക് പെയിനും അനുഭവപ്പെടുന്നത്. കുറച്ചു നേരം നിങ്ങൾക്ക് വേദന അസ്വസ്ഥത ഉണ്ടാകും. ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ആ വേദന പോകും. പിന്നെയും കുറേ നേരം നമുക്ക് അത് കഴിയുമ്പോഴേക്കും വേദന ഉണ്ടാകും. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലോവർ ബാക്ക് പെയിനും ഉണ്ടാവുന്നത് കേട്ടോ. ഇത് രണ്ടും ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, യാതൊരു തരത്തിലുള്ള ലക്ഷണവും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലകറക്കം, ഛർദില്, തലകറങ്ങി വീഴൽ എന്നിങ്ങനെയൊന്നും പലതരത്തിലുള്ള സ്ത്രീകൾക്കും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഈ മാസവും നഷ്ടമായി പോയി എന്ന് ആലോചിച്ച് വിഷമിക്കാതെ ഏത് ലക്ഷണമാണോ ശരീരത്തിൽ വരുന്നത് അതിനെ കുറേയും കൂടി ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളില്ലെങ്കിലും നിങ്ങൾ പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടെങ്കിൽ 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൽ നിങ്ങളൊരു മടിയും വിചാരിക്കരുത്. ഒരുപാട് പേര് കാർഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ട് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ ഷാമ്പു ഉപയോഗിച്ചിട്ടും വിനിഗർ ഉപയോഗിച്ചിട്ടും ഒക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒട്ടും തന്നെ ആക്യുറസി ഉണ്ടാവില്ല. ഫോൾസ് നെഗറ്റീവ് റിസൾട്ടും ഫോൾസ് പോസിറ്റീവ് റിസൾട്ടും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലീഡിങ് നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷ വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.